അലീന എന്ന സ്ത്രീ ഒപ്പം ജോലി ചെയ്യുന്ന ജോബിൻ എന്ന ഡോക്ടറെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും സഹായം സ്വീകരിച്ചതിനൊക്കെ മാസങ്ങളുടെ പഴക്കേ ആയിട്ടുള്ളൂ. അതുപോലെയല്ല മാളു അപ്പും തമ്മിലുള്ള ബന്ധം. അത് ജനിച്ച അന്നു മുതൽ തുടങ്ങിയതാ. സ്വന്തം അച്ഛനമ്മമാര് വിലക്കിയിട്ടും മാളുവിനും അപ്പൂനും കാണാതിരിക്കാനോ കണ്ടാൽ മിണ്ടാതിരിക്കാനോ പറ്റിയില്ല. ആ കഥകളൊക്കെ ഡോക്ടർക്കും അറിയാവുന്നതാണല്ലോ. അതെ, അറിഞ്ഞ കഥകളെക്കാൾ കൂടുതലാണ് അറിയാതെ പോയ കഥകളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്താ ഇപ്പൊ പറഞ്ഞത്? എന്ത് കഥയാ എന്നെ കുറിച്ചും അപ്പൂനെ കുറിച്ചും ഡോക്ടർക്ക് ഇനി അറിയാനുള്ളത്? പറയുന്നേ, എനിക്കത് അറിയണം. വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. അതാവും നമുക്ക് രണ്ടുപേർക്കും നല്ലത്. പിന്നൊരു കാര്യം, അപ്പു തക്കതായ കാരണങ്ങളില്ലാതെ ഇവിടെ വരുന്നതും താനുമായി പുറത്തു പോയി വരുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. താൻ ഇത് മമ്മിയോട് പോയി പറഞ്ഞാലും എന്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കും. സോ ഇനി ഇത് ആവർത്തിക്കരുത്, ഓക്കെ? അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങിന് അപ്പു മാനസികമായി പ്രിപ്പയർഡ് ആണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്തു പറയുന്നു അപ്പു? ആർ യു റെഡി? ഞാൻ ഓക്കെയാണ് ഡോക്ടർ. കുറച്ചുനാള് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറി നിന്നാ കൊള്ളാന്നുണ്ട് എനിക്ക്. എങ്കിൽ പിന്നെ കാര്യങ്ങൾ നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാൻ തോന്നുന്നു, അല്ലേ മിസ്റ്റർ പണിക്കർ? പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഡോക്ടർ. പക്ഷേ ഇപ്പൊ ഉടനെ അങ്ങനെ ഒരു മാറ്റത്തിന് കാര്യമുണ്ടോന്നാ എന്റെ ഒരു ഡൗട്ട്. VP അല്ലേ ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്? പിന്നെന്താ ഇപ്പൊ ഇത് ശരിയാവോ ഇല്ലയോ എന്നൊരു ഡൗട്ട്. ശരിയാണ് ഡോക്ടർ, ഞാൻ തന്നെയാ അപ്പോനോട് ഇങ്ങനൊരു സജഷൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തെ ഒരു കോംപ്ലിക്കേഷൻ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഇവിടെ ആകുമ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ, സർജറിയുടെ സമയത്തൊക്കെ നല്ല രീതിയിൽ കെയറും അറ്റൻഷനും ഒക്കെ കിട്ടും ചെയ്യല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഡോക്ടറുടെ അടുത്താവുമ്പോൾ ഒരു കംഫർട്ട് സോണും കൂടി ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ട് അഭിപ്രായങ്ങളിലും യുക്തിയുണ്ട്. അതുകൊണ്ട് ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന് വിടുന്നു. രണ്ടിൽ ഏത് ഡിസിഷൻ നിങ്ങൾ എടുത്താലും ഞാൻ ഓക്കെയാണ്. എന്നാലും ഡോക്ടർ ചോയ്സ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു ഡോക്ടർ പക്ഷത്ത് നിന്നാണ് നിങ്ങൾ എന്നോട് ഇത് ആവശ്യപ്പെടുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ എൻ്റെ പേഷ്യൻറ്റിൻ്റെ ആഗ്രഹത്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുക. മറിച്ച് ഒരു ഗാർഡിയൻ്റെ പെർസ്പെക്റ്റീവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ മിസ്റ്റർ പണിക്കർക്കൊപ്പമായിരിക്കും. രണ്ടിലും അതിൻ്റെതായ മെറിസും ഉണ്ട്, ഡിമെറിസും ഉണ്ട്. സോ നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുന്നതാവും നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ചേഞ്ചാണ് ഡോക്ടർ. എങ്കിൽ പിന്നെ അപ്പുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോ അത്രമാത്രം കോൺഫിഡൻ്റ് ആണ് താനും. വരട്ടെ ഡോക്ടർ, ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, നന്നായി ആലോചിച്ചൊരു ഡിസിഷൻ എടുത്താൽ മതി. ഇനിയിപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിലൊട്ടും വറീഡാവേണ്ട കാര്യമില്ല. നല്ല ഡോക്ടേഴ്സും ബെറ്റർ ഫെസിലിറ്റീസും അവിടെയും കിട്ടുമല്ലോ. ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി എടുത്താൽ മതിയാവും. ട്രീറ്റ്മെൻറ്റ് സമ്മറി ഞാൻ തരാം. ഓക്കെ? ഓക്കെ ഡോക്ടർ, ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം ഡോക്ടറെ അറിയിക്കാം. ഓ യെസ്, അത് മതി. അപ്പോൾ എവിടെയാണെങ്കിലും ഡോണ്ട് ലൂസ് യുവർ സ്പിരിറ്റ്. നല്ല ബോൾഡായി തന്നെ ഏത് ടഫ് സിറ്റുവേഷനെയും അഭിമുഖീകരിക്കുക. ഷുവർ ഡോക്ടർ. ഞാൻ ഡോക്ടറെ വിളിച്ചോളാം. ആയിക്കോട്ടെ. നല്ലൊരു തീരുമാനത്തിലെത്താൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് അപ്പോ. താങ്ക് യു ഡോക്ടർ. ശരി. അപ്പു തക്കതായ കാരണങ്ങളില്ലാതെ ഇവിടെ വരുന്നതും താനുമായി പുറത്തു പോയി വരുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. എന്നതാ കൊച്ച നീ അങ്ങ് വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ നിനക്ക്? ഒന്നുമില്ല അമ്മച്ചി. ഒന്നുമില്ല പിന്നെ നീ എന്നാത്തിനാ ഒരുമാതിരി നീറ് കടിച്ച പോലെ ഇരിക്കുന്നേ? എന്നതാ കാര്യം നീ എന്നോട് പറ കൊച്ചേ. ജോക്കുട്ടനുമായിട്ട് പിന്നെയും വല്ല കശപിശ ഉണ്ടായോ? അപ്പൊ അത് തന്നെ കാര്യം ഇല്ലയോ?
ദേ മോളെ, ഈ കുടുംബജീവിതം എന്ന് പറയുന്നതേ ഒരു ഞാണിമ്മേ കളിയാ. പ്രേമിച്ച് നടക്കുമ്പോഴത്തെ കുളിരും തണുപ്പും ഒന്നും ജീവിച്ചു തുടങ്ങുമ്പോ കാണത്തില്ല. കഴുത്തെ വീണ പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുരുക്കാ. അതിന്റെ മറ്റേ അറ്റം എപ്പോഴും കെട്ടിയന്മാരുടെ കയ്യിലായിരിക്കുന്നേ. അവരെ പിണക്കാതെ തഞ്ചവും തരവും നോക്കി കൂടെ നടന്നാലേ ആ കയറും കുരുക്കും അയഞ്ഞു തന്നെ കിടക്കും. നമ്മള് പെണ്ണുങ്ങൾക്കേ അതൊരു ഭാരമായി തോന്നുകയില്ല. എന്നാ വാശി കയറി നമ്മളത് പൊട്ടിക്കാൻ നോക്കിയാലേ കുടുങ്ങുന്നതും മുറിയുന്നതും നമ്മുടെ കഴുത്തായിരിക്കും. പിന്നെ രണ്ട് വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ ഈ കുരുക്കും പൊട്ടിച്ചോണ്ട് ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആജീവനാന്തം ആ മുറിയ കുരുക്കും കഴുത്തിലിട്ടോണ്ട് കരഞ്ഞും കഴിച്ചും കഴിഞ്ഞുകൂടാം. എന്നതാ നല്ലതെന്ന് നോക്കേണ്ടതേ നമ്മുടെ പെണ്ണുങ്ങളുടെ ബുദ്ധിയാ. മനസ്സിലായോ? ഇപ്പൊ എന്നതാ ഉണ്ടായേ? എന്നാത്തിനാ ജോക്കുട്ടൻ നിന്നോട് പിണങ്ങിയേ? നീ പറഞ്ഞില്ലേലും കാര്യം എന്നതാണെന്ന് എനിക്ക് മനസ്സിലായി കൊച്ചേ. നിന്റെ കൂട്ടുകാരി അല്ല, ആ കൊച്ചൻ ഇവിടെ വന്നതല്ലേ ജോക്കുട്ടനെ പിടിക്കാതെ പോയത്? എന്നാ നീ മിണ്ടാത്തത്? ഞാൻ പറഞ്ഞതല്ലയോ അതിന്റെ കാരണം? അതങ്ങനെയാടി പെണ്ണെ. ആണിന്റെ മനസ്സുള്ളൊരുത്തൻ ആണ് തന്നെ ആയിരിക്കും. ഇനി എത്ര വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും ജോക്കുട്ടിനെ സംബന്ധിച്ച് അവനൊരു അന്യപുരുഷൻ തന്നെയാണേ. അങ്ങനെ ഒരുത്തൻ നിന്നെ മുട്ടി ഒരുമി കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നതൊന്നും ജോക്കുട്ടിനെ പിടിക്കുകയല്ല. അവനെന്നല്ല, ലോകത്തോരാണും അത് അംഗീകരിച്ചു തരത്തില്ല. അതുകൊണ്ടേ നീ ആ പയ്യന്റെ കൂടെയുള്ള ഊരുതണ്ടലൊക്കെ ഒന്ന് വിട്ടുകളാ. ജോക്കുട്ടിന്റെയും ഡേസമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. മനസ്സില്ലെങ്കിലും എനിക്ക് എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ കളിപ്പാവയാകാൻ എന്നെ കിട്ടില്ല. അമ്മച്ചി അതും പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഇതൊരു നടക്ക് പോകുന്ന കോളൊന്നും കാണുന്നില്ല. കർത്താവേ, ഡേസമ്മയുടെയും ചെറുക്കന്റെയും കാര്യം കഷ്ടത്തിലായല്ലോ. ഡോക്ടർ എന്തിനാ എന്നോട് ഇത്ര ഫോമൽ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറിനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സൗഹൃദത്തിനുണ്ടെന്ന് എന്റെ വിശ്വാസം. അതെനിക്കറിയാം അപ്പു. പക്ഷെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് അപ്പുവിനെ വല്ലാതെ വിഷമിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അത് സാരമില്ല. എന്റെ വിഷമത്തെക്കുറിച്ച് ഡോക്ടർ ബോധറിയേ വേണ്ട. അത് പറയാതിരിക്കുന്നത് കൊണ്ട് ഡോക്ടർക്കോ മാളൂനോ പിന്നീട് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാളൂനും എനിക്കും ഇടയിലുണ്ടായിരുന്നൊരു പ്രോബ്ലം എൻ്റെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് അപ്പൂനും അറിയാലോ. അലീന എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷേ മാളൂവിന് വേണ്ടി ഞാൻ ആ സൗഹൃദം വേണ്ടെന്ന് വെച്ചു. മാളു എപ്പോഴെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നോ? നേരിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ആ സൗഹൃദത്തിൽ മാളു വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാളുവിന് വേണ്ടി ഞാൻ അങ്ങനൊരു സാക്രിഫൈസ് നടത്താൻ തയ്യാറായത്. ടു ബി വെരി ഫ്രാങ്ക്, മാളു അപ്പവും തമ്മിലുള്ള സൗഹൃദത്തിൽ ഞാനും ഇപ്പം വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. അതിന്റെ കാരണം എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഡോക്ടർ, ഇതൊരു പകരത്തിന് പകരം വീട്ടിലാണോ? അങ്ങനെയെങ്കിൽ എനിക്കത് മനസ്സിലാവും. അല്ലാതൊരു സെൻസിലാ ഡോക്ടർ എന്ന് പറയുന്നെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ അപ്പൂന് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പകരത്തിന് പകരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലോ എങ്ങനെ വേണമെങ്കിലും. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നിടത്താണല്ലോ ഒരു ഫാമിലി ലൈഫിന്റെ വിജയം ഇരിക്കുന്നത്. ഞാൻ മാളുവിനെ മനസ്സിലാക്കുന്നത് പോലെ മാളുവിന് ചിലപ്പോൾ എന്നെ മനസ്സിലായില്ലെന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാളുവിനോട് പറയാതെ ഈ കാര്യം അപ്പുവിനോട് നേരിട്ട് പറയുന്നത്. എന്ന് വെച്ച് നിങ്ങൾ തമ്മിൽ തീരെ സൗഹൃദം പാടില്ല എന്നല്ല, പഴയതുപോലൊരു ഇൻറ്റിമസി അതുണ്ടാകാതെ നോക്കേണ്ടത് അപ്പുവാണ്. അപ്പുവിനോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. സാരമില്ല ഡോക്ടർ, എനിക്കത് മനസ്സിലാവും. പിന്നെ എന്തായാലും മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞല്ലോ, അതിലൊരുപാട് നന്ദിയുണ്ട്. ഡോക്ടർ വിഷമിക്കണ്ട.
അലീനയുടെ സൗഹൃദം എത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലാവും. കണ്ണിന് കണ്ണെന്ന പോലെ ഡോക്ടർ വളരെ മനോഹരമായി അവളോട് പകരം വീട്ടിയിട്ടുണ്ട്. നന്നായി. ഡോക്ടർ ഇത് പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. സാരമില്ല, ഡോക്ടർ വിഷമിക്കണ്ട. അല്ലെങ്കിലും എന്നെ കൊണ്ടുള്ള ഉപദ്രവം ഇനി അധികകാലം ഉണ്ടാവില്ല. ഞാനിവിടെ വിടുക ഡോക്ടർ. ഇനിയൊരു കാണൽ ചിലപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞുണ്ടാവും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടറോട് ഒരു ഫേവർ ഞാൻ ചോദിക്കാം. എന്റെ യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ മാളുവിനെ ഒരിക്കൽ കൂടി ഞാൻ കാണാൻ വരും. അന്ന് ഡോക്ടറുടെ പ്രസൻസിൽ മതി. കുറച്ച് സമയം അവളോടൊത്ത് ചെലവഴിക്കുന്നതിൽ എന്നെ അനുവദിക്കണം. അത്രയെങ്കിലും ഒരു ഔദാര്യം എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ശരി, ഡോക്ടർ സമാധാനത്തോടെ പോയിക്കോളൂ. ഞാൻ ഇനി മാളുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പോരെ? നീ എന്താ ലേറ്റ് ആയത്? ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ജോബിൻ എന്തിനാ നിന്നെ വിളിച്ചത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ വിളിച്ചതാ. ജോബിൻ അങ്ങനെ വെറുതെ കാണാൻ വേണ്ടി വിളിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം. സത്യം പറയാപ്പോ, അവര് തമ്മിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവര് തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. സത്യ VP. പിന്നെ ഡോക്ടർ വിളിപ്പിച്ചത് മാളുവിന് എല്ലാ കാര്യത്തിനും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ കൂടി അവളെ ഒന്ന് അഡ്വൈസ് ചെയ്യാൻ പറയാനാ. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. അത് തന്നെ കാര്യം. ഏത് തന്നെ കാര്യം? ഇനി VP വെറുതെ ഓരോ ഊഹിച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. പ്രശ്നമില്ലെങ്കിൽ പിന്നെന്തിനാ മാളിവിടെ നിന്ന് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ജോബിൻ എന്തിനാ അതേ സമയത്ത് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്? മാളു ഇവിടെ ഉണ്ടോ? ആ, വന്നിട്ട് കുറെ നേരമായി. അത് കൊള്ളാം. എന്നിട്ട് എന്താ ആ വിവരം VP എന്നെ വിളിച്ച് പറയാത്തെ? പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും മാളു എന്നെ പറഞ്ഞു വേണ്ടാന്ന്. നീ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തോളാം. എന്തിനാ വന്നേന്ന് വല്ലതും പറഞ്ഞു? ഇല്ലെന്നേ, ഞാൻ 2-3 തവണ ചോദിച്ചു. അപ്പോഴെല്ലാം വെറുതെ വന്നാണെന്ന് സെയിം മറുപടി. എനിക്ക് തോന്നുന്നു മാളുവിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാ. ആള് ഭയങ്കര ഡള്ളാണ്. എന്റെ മുന്നിൽ വെറുതെ ഹാപ്പി ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ എവിടെ പോയതാന്ന് VP അവളോട് പറഞ്ഞോ? ജോബിനെ വിളിച്ചിട്ട് നീ അയാളെ കാണാൻ പോയതാന്ന് പറഞ്ഞു. എന്താ അപ്പോ? എന്താ അവളുടെ പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എത്തിയോ? കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എവിടെയാ സാറ് കറങ്ങാൻ പോയത്? ഞാൻ വെറുതെ ഒന്ന് പുറത്തു പോയതാ. നീ എന്താ വന്നേ? അതെന്താ, ഞാൻ ഇവിടെ വന്ന കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞു? എന്തിനാ വന്നേന്നല്ലേ ചോദിച്ചുള്ളൂ. ഓ, കാരണമൊക്കെ ഞാൻ താഴെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നിന്നോടും കൂടി റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. നീ വീട്ടിൽ പോയോ? ഇല്ല, നിന്നെ കണ്ടിട്ട് സമയം ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് പോവാന്ന് കരുതി. അതെന്താ വീട്ടിൽ പോലും കയറാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ഷടാ, നിന്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ.
എത്ര വട്ടം പറഞ്ഞു എനിക്ക് സൗകര്യപ്പെട്ടിട്ട് വന്നതാണെന്ന്. ഇനി അതിന് കാരണമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് തൃപ്തിയാവുള്ളോ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു? ഞാൻ ആരോടും ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഡീ, എന്താ നിന്റെ പ്രശ്നം? അത് പറ. നിന്റെ പ്രശ്നം എന്താ? എനിക്കോ അതാ അറിയേണ്ടത്. പ്രശ്നോ? എനിക്കോ? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. എന്തിനായിരുന്നു ഡോക്ടർ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്കൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക്സോ? എന്തിന്? അല്ല, നിങ്ങളുടെ ഈ സൗന്ദര്യ പിണക്കം എന്റെ കാർമ്മികത്വത്തിലാണല്ലോ കോംപ്രമൈസ് ആയത്. അതുകൊണ്ട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. അതിന് കോംപ്രമൈസ് ചെയ്യുന്ന ആര് പറഞ്ഞു? എന്താ മാളു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? അങ്ങനെ പ്രത്യക്ഷത്തില് പ്രശ്നമൊന്നുമില്ല. കാരണം ഡോക്ടർ ഞാനൊക്കെ അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നല്ല സൂപ്പർ അഭിനയ കാഴ്ചവെക്കുന്നത്. പക്ഷെ അങ്ങനെ എത്ര നാൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. അപ്പോ എന്താ ഉണ്ടായേ? നീ അത് പറ. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? എങ്കിൽ പറ, ശരിക്കും ഡോക്ടർ എന്തിനാ വിളിപ്പിച്ചേ? വിളിപ്പിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. അത് ഞാൻ വിശ്വസിച്ചില്ലല്ലോ. അല്ലാതെ എന്തോ ഉണ്ട്. ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണമെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞു. ഏയ്, അങ്ങനെ പറയുന്ന എന്തിനാ? അതും ഡോക്ടർ നമ്മളോട്. എന്നാ നീ സൂക്ഷിച്ചോ. ഇന്ന് നിന്നോടത് പറഞ്ഞില്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ അങ്ങനൊരു കാര്യം ഡോക്ടർ നിന്നോട് ആവശ്യപ്പെട്ടേക്കും. ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്നോട് ആവശ്യപ്പെട്ടിട്ടും അതെന്നോട് പറയാതിരിക്കുന്നതാണോന്ന് എനിക്കറിയില്ല. സത്യം പറപ്പോ, എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർത്തിട്ടും ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് ഇപ്പൊ നീ ആഗ്രഹിക്കുന്നത് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ? അതങ്ങനെ വേണമെന്ന് മറ്റാരോ നിന്നോട് പറഞ്ഞതുകൊണ്ടല്ലേ? മാളു, നീ എന്തൊക്കെയാ പറയുന്നേ? നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തിനാ മാറുന്നേ? എന്നോട് ആരെങ്ങനെ ആവശ്യപ്പെടാനാ? അഥവാ അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാലും നീ അതെന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. കാരണം അത് നമ്മളെ രണ്ടുപേരെയും എത്രമാത്രം വേദനിപ്പിക്കുന്ന നമ്മളെക്കാൾ അറിയുന്ന മറ്റാരും ഇല്ലല്ലോ, അല്ലേ? എനിക്കറിയാം ഡോക്ടർ നിന്നെ വിളിപ്പിച്ചത് ഒരിക്കലും ഒരു നന്ദി വാക്ക് പറയാനായിരിക്കില്ല. അതേന്നേ, സത്യം. ഇനി നീ ഒന്നുകൂടെ പറ, ഡോക്ടർ നിന്നെ വിളിപ്പിച്ചത് നന്ദി പറയാനായിരുന്നു എന്ന് പറയപ്പോ. എന്നോട് സത്യം ചെയ്ത് പറ. അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ദോഷം എനിക്കിരിക്കട്ടെ. പറയപ്പോ. എന്താ സത്യം ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോ ഇനി നീ പറയണമെന്നില്ല. എനിക്ക് ഊഹിക്കാം. ഐ എം സോറി അപ്പോ. മാള് എങ്ങോട്ട് പോയതാന്ന് നിന്നോട് പറഞ്ഞായിരുന്നോ ഡേസുമ്മ? ഇല്ല. നീ ഒന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു, പുറത്തു പോകുന്നെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് എന്തിനാ ഏതിനാന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നിനക്ക് ചോദിച്ചാൽ എന്തായിരുന്നു? എന്തിനാ ഇപ്പൊ അങ്ങനെ ചോദിച്ചും പറഞ്ഞു? ഒക്കെ അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് വരട്ടെ. ഇതാ ഇപ്പൊ നന്നായത്. എന്റെ ഡേസമ്മ, ഇവിടെ നടക്കുന്ന എന്താന്ന് വല്ലതും നിനക്കറിയാമോ? അതെ, നീ അറിഞ്ഞ മട്ട് കാണിക്കണ്ട. രണ്ടുപേരും കൂടെ പിന്നെ എന്തൊക്കെയോ കശപിശ തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചിയോട് ഇത് ആര് പറഞ്ഞു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ? പിള്ളേരുടെ മട്ടും മധുരം കണ്ടാൽ അറിഞ്ഞൂടെ? രണ്ടുപേരുടെ മുഖം കടന്തലുകുത്തി വീർപ്പിച്ച പോലെയാ ഇന്നലെ മുതല്. നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ ഡേസമ്മോ? ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതാ നിന്റെ കുഴപ്പം. ആ മറ്റേ കൊച്ചിന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നേ. ദേ, ജോക്കുട്ടിന് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ മാളുവിനോട് പറഞ്ഞ് ആ കൊച്ചുമായിട്ടുള്ള ചങ്ങാത്തം അങ്ങ് നിർത്താൻ പറ.